وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج إن بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج إن بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഒരു ഫാക്ട് പറഞ്ഞു കൊടുത്തു. ഒരു കാലഘട്ടം വരും, അന്ന് യർകബൂനൽ മയാഫിറ, മനുഷ്യൻ മിനുമിനുത്ത കുഷൻ പോലെയുള്ള സീറ്റുകളിൽ ഇരുന്ന്, അത് ഇബിലല്ല, ഒട്ടകമല്ല, വലാ ബിഖൈലിൻ, അത് കുതിരകളുമല്ല, പിന്നെ കഴുതകളുമല്ല, മൃഗങ്ങളല്ല, യാത്ര ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിന്റെ അവസാനം യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ മുമ്പിൽ വന്ന് ആ വാഹനങ്ങളിൽ നിന്ന് അവർ താഴെയിറങ്ങി മസ്ജിദുകളിൽ അവർ നിസ്കരിക്കാൻ കയറും. പള്ളികൾക്ക് പാർക്കിംഗ് വേണ്ട കാലഘട്ടമാണല്ലോ. എനിക്ക് അതിന് വലിയൊരു അത്ഭുതം, വനിസാഉഹും കാസിയാത്തുൻ ആരിയാത്ത്, അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. നമ്മുടെ സദസ്സുമായിട്ടോ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ടോ അതിന് ബന്ധമില്ലെങ്കിലും ഞാനതിൻ്റെ ആശയം എന്ന് പറയാം. പുരുഷന്മാർ ഇത്തരം വാഹനങ്ങളിൽ യാത്ര ചെയ്ത് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കണ്ടെത്തപ്പെടുന്നതിൻ്റെ മുമ്പാണ്, ഫ്ലൈറ്റുകൾ കണ്ടെത്തപ്പെടുന്നതിന് മുമ്പാണ്. മൃഗങ്ങളല്ലാത്ത ഒരു യാത്ര ചെയ്യാൻ കഴിയുന്ന ജീവനില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളെ മനുഷ്യൻ എനർജി കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്ന, അനക്കുന്ന, മോഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരു പഠിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കാറുകളെ പോലെയുള്ളത് വാഹനങ്ങൾ എന്നൊക്കെ ആയിരിക്കണം അതിന്റെ ആശയം എന്ന് പറഞ്ഞു. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പുരുഷന്മാർ അവർ പള്ളികളുടെ മുമ്പിൽ വന്ന് ആ വാഹനങ്ങളിൽ താഴെ ഇറങ്ങി നിസ്കരിക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ അവരുടെ പെണ്ണുങ്ങൾ അവര് കറങ്ങി നടക്കുകയായിരുന്നു. എന്താണ് അതിന്റെ ആശയം എനിക്കറിയില്ല. ഒരു പക്ഷേ പുരുഷന്മാർക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക്, ആത്മീയതയിലേക്ക് അടുക്കാൻ അവസരം കൂടുതൽ ഉണ്ടാവുകയും ഒരുപക്ഷെ സ്ത്രീ സമൂഹങ്ങൾ ആത്മീയതയിൽ നിന്ന് അകന്നു പോകുമോ, എന്താണ് അതിന്റെ ആശയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചട്ടങ്ങൾ അതാ പറഞ്ഞത്. ഇവര് പള്ളിക്ക് മുമ്പിൽ വന്നവർ ഇറങ്ങി കൺട്രോൾ, ഫ്ലൈറ്റുകൾക്ക് ഒരു കൺട്രോൾ ടവർ വേണം, റഡാർ സിസ്റ്റം വേണം, ആകാശ ലോകത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ. എന്നിട്ട് പറഞ്ഞു
അവയെ മുഴുവനും നിയന്ത്രിക്കുന്നത് ഇല്ലല്ലാഹ്, അല്ലാഹുവാണ്. നേരത്തെ പറഞ്ഞു കാരുണ്യവാൻ, റഹ്മാൻ. കാരുണ്യവാൻ ജീവനുള്ളതിനോട് മാത്രമാണ്. നേരെ മറിച്ച് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒരുമിച്ച് പറക്കുന്ന സാധനങ്ങൾ, ആളുകൾ ജീവനുള്ളവർ ഉണ്ടായിട്ടും ഡ്രോണുകളായിട്ടും അതുപോലെ തന്നെ റോക്കറ്റുകളായിട്ടും സ്പേസ് ഷട്ടിലുകളായിട്ടും മനുഷ്യനില്ലാതെ പോകുന്നതിനെയും മനുഷ്യൻ കൂടെ പോകുന്ന എല്ലാ തരത്തിലുമുള്ള ആകാശയാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഉറപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഉദ്ഘാടകൻ നമ്മുടെ എല്ലാവരുടെയും അഭിമന്യനും ആദരണീയനും മനുഷ്യനുമായ ഉദവി പിന്നീടിപ്പോൾ നവീകരിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുന്നു. മൗലവി ട്രാവൽസ് കാസർഗോഡിന് എന്ത് നൽകി എന്ന ചോദ്യത്തിന് ഇന്ന് കാണുന്ന കാസർഗോഡ് കെട്ടിപ്പടുക്കുന്നതിൽ മൗലവി ട്രാവൽസിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഉത്തരം. കാസർഗോഡ് ഇന്ന് നേടിയിട്ടുള്ള അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഗൾഫ് നാടും കാസർഗോഡും തമ്മിൽ ഒരു പാലമായി വർദ്ധിക്കാൻ മൗലവി ട്രാവൽസിന് സാധിച്ചിട്ടുണ്ട്. അതാണ് മൗലവി ട്രാവൽസ് കാസർഗോഡ് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഞാൻ വിവരിപ്പിക്കുന്നില്ല. 5:30 മണിക്ക് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പണ്ഡിതന്മാർ ജനപ്രതിനിധികളൊക്കെ പ്രസംഗിക്കാനുണ്ട്. കർമുള്ള ആജിയെയും എൻ്റെ പ്രസംഗം എത്താൻ സാധിക്കില്ല. ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളുമായി നല്ല ബന്ധമായിരുന്നു സുലൈമാൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കർമുള്ള ആജി. നമ്മുടെ കാസർഗോട്ടെ ഒരുപാട് ആളുകൾ ഗൾഫിലെത്തിക്കുന്ന കാര്യത്തിൽ മൗലവി ട്രാവൽസ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല, വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല, ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗൾഫിൽ നിന്ന് ഒരു വിസ വന്നാൽ അതിൻ്റെ ജെന്യൂനെസ് അന്വേഷിച്ച് ഈ കാസർഗോഡ് നഗരത്തിലെ ആളുകൾ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നെത്തിയത് മൗലവി ട്രാവൽസിലാണ്. അപ്പോൾ മൗലവി ട്രാവൽസിൽ നിന്ന് കർമുള്ളാജി ആയാലും സുലൈമാനായാലും ഒരു എസ് മൂഴിയാലും പിന്നെ ആരും സംശയിക്കില്ല. അവരുടെ ആ എസ് മൂടലാണ് ഇന്ന് കാസർഗോഡിൻ്റെ പുരോഗതിയുടെ നിദാനമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മൗലവി ട്രാവൽസ് ജനങ്ങളുടെ വിശ്വാസവും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രീതിയും ആർജിച്ച് ഒരുപാട് മുന്നോട്ട് പോയി, ഇപ്പോഴും മുന്നോട്ട് പോയി. 50 വർഷം മുമ്പ് സേവനങ്ങളും അതുപോലെ തന്നെ ആധുനിക കാലത്തെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഒരു മോഡേണായ വളരെ ആധുനികമായ ഒരു ഓഫീസ് ആവശ്യമാണ്. അതുകൊണ്ട് മോഡേണൈസ് ചെയ്ത ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് അവർ സർവീസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ടിക്കറ്റുണ്ട്, ഹജ്ജ് ഉംറയ്ക്ക് പോകുന്ന സംവിധാനമുണ്ട്, എമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ട്, വിസ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വളരെ അത്യാവശ്യമായ സർവീസ് ആയതുകൊണ്ട് ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമാണ്. മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാസ്പോർട്ട് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയപ്പോൾ ആരും പോയി അദ്ദേഹത്തോട് പാസ്പോർട്ട് ചോദിച്ചിട്ടില്ല. അന്നങ്ങനെ വരാറായിരുന്നു. പക്ഷേ 2ാം ലോകമായിരുന്ന ലോകരാഷ്ട്രങ്ങളുടെ അതിർത്തികളെല്ലാം നിർണ്ണയിക്കപ്പെട്ട് മൈഗ്രേഷൻ വല്ലാണ്ട് വന്നപ്പോഴാണ് പുതിയ നിയമങ്ങൾ വരുന്നത്. അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കാര്യങ്ങൾ അറിയാവുന്ന സംവിധാനങ്ങളുമാണ്. അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും ഓൺലൈനിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൗലവി ട്രാവൽസിനെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നല്ല സർവീസാണ് മൗലവി ട്രാവൽസ് നടക്കുന്നത്. പുതിയ തലമുറ എല്ലാം പഠിച്ച് നമുക്ക് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട്. അതിന് സന്നദ്ധതയുണ്ട്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച കർമുളാജിക്ക് വേണ്ടി സുലൈമാൻ്റെ കുടുംബാംഗങ്ങളായി ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഈ മൗലവി ട്രാവൽസിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു അവസരം ഒരു നന്ദി പ്രസംഗം മാത്രമാക്കി ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു എൻ്റെ ഉപ്പ NA സുലൈമാൻ, എൻ്റെ മുത്താപ്പ NM കർമുല്ലാ ഹാജി. ഇരുവരും ഇപ്പോൾ ഈ സന്തോഷവേളയിൽ അല്ലെങ്കിൽ ഈ വേദിയിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അവരെ ഞാൻ സ്മരിക്കുന്നു. ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുത്തുക എന്ന് കാണിച്ചു തരുന്നതിനുമപ്പുറം സ്നേഹബന്ധങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക, ഐക്യത്തോടു കൂടി എങ്ങനെ പോവുക, ഫാമിലിയും വ്യവസായവും എങ്ങനെ ഒത്തുചേർത്ത് കൊണ്ടുപോവുക എന്ന് ജീവിച്ച് കാണിച്ച രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ഇവരും. അള്ളാഹു അവരുടെ വസതിയായ ജീവിക്കുകയാണ്. വീഡിയോ പ്രദർശനമാണ്. വീഡിയോ പ്രദർശനത്തിലാണ് 1931 തുടങ്ങിയത് മുതൽ ആകാശ ലോകത്ത് പറക്കുന്നവരെ, അത് പറഞ്ഞെടുത്ത് നിങ്ങളുടെ തലക്കുമീതെ പറക്കും. ആകാശങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്ന പറവുകളെ കാണുന്നില്ലേ? യാത്ര തുടങ്ങിയത് മുതൽ വീഡിയോ പ്രദർശനമാണ് ആരംഭിക്കുകയാണ്. അബ്ദുള്ളയും റിപ്പോർട്ടിംഗ് നിയന്ത്രണത്തിലുണ്ടായിരുന്നു. 1900 മൗലവി ഗ്രൂപ്പിനെ ചുവടുവെപ്പിച്ചു. 1980 മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മൗലവി ട്രാവൽസ് പ്രവേശിച്ചു. 4 വർഷം കഴിഞ്ഞ IATA അക്രഡിഷൻ റെക്കോർഡിംഗ് ലൈസൻസും കൂടി ലഭിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ മൗലവി ട്രാവൽസിനെ വിശ്വാസം വർദ്ധിച്ചു. 2010 ഉംറ ലൈസൻസ് സ്വന്തമാക്കിയ മൗലവി ട്രാവൽസ് is a Satan, and 2 are 2 Satans, and 3 is a team. 3 ആൾ കൂടുമ്പോഴാണ് ഒരു യാത്രാ സംഘമാകുന്നത്. പറഞ്ഞു, നിങ്ങൾ 3 പേര് യാത്ര പോകുമ്പോൾ അതിൽ ഒരാൾ അമീറാണ്. അമീറു ഒരാളെ നിങ്ങൾ യാത്ര പോകുമ്പോൾ മിനിമം 3 ആളുകൾ പോകണമെന്ന്. ഇന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്നതിനെ കുറിച്ചോ കണ്ണൂർ പോകുന്നതിനെ കുറിച്ചോ അല്ല പറയുന്നത്. ഒരു ദീർഘയാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പോകരുതെന്ന്. 2 ആൾ പോയാൽ 2 പേരും പിശാചുക്കളാണെന്നും 3 പേര് പോകുന്നതാണ് യാത്രാ സംഘമെന്നും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ ഒരുപാട് സൈക്കോളജി ഉണ്ട്. 2 ആളുകൾ തമ്മിൽ പെട്ടെന്ന് കെമിസ്ട്രി വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ടോപ്പിക്കണം തീരുമാനിച്ചാൽ 2 ആൾക്ക് നടക്കും. 3-ാമതൊരാളുണ്ടെങ്കിൽ അയാളെ കൺവിൻസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ജീവനുള്ളവരുടെ ആത്മഹത്യ പറ്റും. പിന്നെ പഠിച്ചോ പറഞ്ഞു, അവലം യറൗ ഇലത്വൈനി ഫൗഖഹും അവലം യറൗ എന്ന പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ അവരുടെ വാപ്പമാരും ഭർത്താക്കന്മാരും പള്ളിയിലേക്ക് വണ്ടിയെടുത്ത് ജമാഅത്തിന് പോകുന്ന ആളുകളായിരിക്കും എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് യാത്രകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് എന്നിട്ട് നമ്മൾ വിചാരിക്കും പക്ഷികളെ കുറിച്ചാണോ ഈ പറയുന്നത്. കാക്കകളും പ്രാവുകളും പക്ഷികളൊക്കെ മനുഷ്യരുടെ ഒരുപാട് മീതയൊന്നുമല്ല പറക്കുന്നത്, മനുഷ്യരുടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്. എന്നിവരാണ് മൗലവി ഗ്രൂപ്പിന്റെ വിവിധ സംരംഭങ്ങളെ നിലവിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷം 2025. മൗലവി ട്രാവൽസ് 50 വർഷം പിന്നിടുന്ന ചരിത്ര മുഹൂർത്തമായ ഈ നിമിഷത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളായി ഒരുപാട് ആളുകൾക്ക് സേവനം എന്നിവരാണ് മൗലവി ഗ്രൂപ്പിന്റെ വിവിധ സംരംഭങ്ങളെ നിലവിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷം 2025. മൗലവി ട്രാവൽസ് 50 വർഷം പിന്നിടുന്ന ചരിത്ര മുഹൂർത്തമായ ഈ നിമിഷത്തിൽ അബ്ദുള്ളയും റിപ്പോർട്ടിംഗ് നിയന്ത്രണത്തിലുണ്ടായിരുന്നു. 1900 മൗലവി ഗ്രൂപ്പിനെ ചുവടുവെപ്പിച്ചു. 1980 മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മൗലവി ട്രാവൽസ് പ്രവേശിച്ചു. 4 വർഷം കഴിഞ്ഞ IATA അക്രഡിഷൻ റെക്കോർഡിംഗ് ലൈസൻസും കൂടി ലഭിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ മൗലവി ട്രാവൽസിനെ വിശ്വാസം വർദ്ധിച്ചു. 2010 ഉംറ ലൈസൻസ് സ്വന്തമാക്കിയ മൗലവി ട്രാവൽസ് യാത്ര പോകുമ്പോൾ മിനിമം 3 ആളുകൾ പോകണമെന്ന്. ഇന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്നതിനെ കുറിച്ചോ കണ്ണൂർ പോകുന്നതിനെ കുറിച്ചോ അല്ല പറയുന്നത്. ഒരു ദീർഘയാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പോകരുതെന്ന്. 2 ആൾ പോയാൽ 2 പേരും പിശാചുക്കളാണെന്നും 3 പേര് പോകുന്നതാണ് യാത്രാ സംഘമെന്നും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിനൊക്കെ ഒരുപാട് സൈക്കോളജി ഉണ്ട്. രണ്ടാളുകൾ തമ്മിൽ പെട്ടെന്ന് കെമിസ്ട്രി വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് ഒപ്പിക്കണം തീരുമാനിച്ചാൽ രണ്ടാൾക്ക് നടക്കും. മൂന്നാമതൊരാളുണ്ടെങ്കിൽ അയാളെ കൺവിൻസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. Is a Satan and two Satans and three is a team. മൂന്നാള് കൂടുമ്പോഴാണ് ഒരു യാത്രാ സംഘമാകുന്നത്. പറഞ്ഞു നിങ്ങൾ 3 പേര് യാത്ര പോകുമ്പോൾ അതിൽ ഒരാൾ അമീറാണ്. അമീർ ഒരാളെ നിങ്ങൾ ജീവനുള്ളതിനുള്ള റഹ്മത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പഠിച്ചോൻ പറഞ്ഞു അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും അവലം യറൗ റഹ്മാൻ. It is none but the merciful. കാക്കകളും പ്രാവുകളും പക്ഷികളൊക്കെ മനുഷ്യരുടെ ഒരുപാട് മീതയൊന്നുമല്ല പറക്കുന്നത്, മനുഷ്യരുടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്. അതിന് പെണ്ണുങ്ങളായിരിക്കും, പക്ഷേ അവരുടെ വാപ്പമാരും ഭർത്താക്കന്മാരും പള്ളിയിലേക്ക് വണ്ടിയെടുത്ത് ജമാഅത്തിന് പോകുന്ന ആളുകളായിരിക്കും എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് യാത്രകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഇതെന്ന് വിചാരിക്കും പക്ഷികളെ കുറിച്ചാണോ ഈ പറയുന്നത് എന്ന്. അവലം يروا إلى الطير فوقهم have they not seen at the birds അബ്ദുൽ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. 1900 മൗലവി ഗ്രൂപ്പിനെ ചുവടുവെപ്പിച്ചു. 1980 മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മൗലവി ട്രാവൽസ് പ്രവേശിച്ചു. 4 വർഷം കഴിഞ്ഞ IATA അക്രഡിഷൻ റെക്കോർഡിംഗ് ലൈസൻസും കൂടി ലഭിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ മൗലവി ട്രാവൽസിന്റെ വിശ്വാസം വർദ്ധിച്ചു. 2010 ഉംറ ലൈസൻസ് സ്വന്തമാക്കിയ മൗലവി ട്രാവൽസ് എന്നിവരാണ് മൗലവി ഗ്രൂപ്പിന്റെ വിവിധ സംരംഭങ്ങളെ നിലവിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷം 2025. മൗലവി ട്രാവൽസ് 50 വർഷം പിന്നിടുന്ന ചരിത്ര മുഹൂർത്തമായ ഈ നിമിഷത്തിൽ മൂന്നാള് കൂടുമ്പോഴാണ് ഒരു യാത്രാ സംഘമാകുന്നത്. അത് പറഞ്ഞു നിങ്ങൾ 3 പേര് യാത്ര പോകുമ്പോൾ അതിൽ ഒരാൾ അമീറാണ്. അമീർ ഒരാളെ നിങ്ങൾ യാത്ര പോകുമ്പോൾ മിനിമം 3 ആളുകൾ പോകണമെന്നുണ്ട്. ഇവിടുന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്നതിനെ കുറിച്ചോ കണ്ണൂർ പോകുന്നതിനെ കുറിച്ചോ ഒന്നും പറയുന്നത്. ഒരു ദീർഘയാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പോകരുതെന്നാണ്. 2 ആൾ പോയാൽ 2 പേരും പിശാചുക്കളാണെന്നും 3 പേര് പോകുന്നതാണ് യാത്രാസംഘമെന്നും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ ഒരുപാട് സൈക്കോളജി ഉണ്ട്. രണ്ടാളുകൾ തമ്മിൽ പെട്ടെന്ന് കെമിസ്ട്രി വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് ഒപ്പിക്കണം തീരുമാനിച്ചാൽ രണ്ടാൾക്ക് നടക്കും. മൂന്നാമതൊരാളുണ്ടെങ്കിൽ അയാളെ കൺവിൻസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. Is a Satan and two Satans and three is a team. മൂന്നാള് കൂടുമ്പോഴാണ് ഒരു യാത്രാ സംഘമാകുന്നത്. പറഞ്ഞു നിങ്ങൾ 3 പേര് യാത്ര പോകുമ്പോൾ അതിൽ ഒരാൾ അമീറാണ്. അമീർ ഒരാളെ നിങ്ങൾ അബ്ദുൽ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. 1900 മൗലവി ഗ്രൂപ്പിനെ ചുവടുവെപ്പിച്ചു. 1980 മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മൗലവി ട്രാവൽസ് പ്രവേശിച്ചു. 4 വർഷം കഴിഞ്ഞ IATA അക്രഡിഷൻ റെക്കോർഡിംഗ് ലൈസൻസും കൂടി ലഭിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ മൗലവി ട്രാവൽസിന്റെ വിശ്വാസം വർദ്ധിച്ചു. 2010 ഉംറ ലൈസൻസ് സ്വന്തമാക്കിയ മൗലവി ട്രാവൽസ് മൂന്നാള് കൂടുമ്പോഴാണ് ഒരു യാത്രാ സംഘമാകുന്നത്. അത് പറഞ്ഞു നിങ്ങൾ 3 പേര് യാത്ര പോകുമ്പോൾ അതിൽ ഒരാൾ അമീറാണ്. അമീർ ഒരാളെ നിങ്ങൾ അമീർ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.
ചെത്തിപ്പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.